ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഡിഷിൻ്റെ പേരാണ് സ്പാനിഷ് പൊട്ടറ്റോസ്. നമ്മുടെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സാധാരണ ഉരുളക്കിഴങ്ങിനെ എങ്ങനെയാണ് നല്ല ഒരു സുന്ദര കുട്ടപ്പൻ സ്റ്റൈലൻ സ്പാനിഷ് പൊട്ടറ്റോസ് ആക്കാമെന്ന് നോക്കാം. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ കുറച്ച് ഉരുളക്കിഴങ്ങും ഉള്ളിയും വെച്ച് വേഗം തന്നെ തയ്യാറാക്കിയെടുക്കാം. അസ്സലാമു അലൈക്കും, അമാനോസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിലേക്ക് വേണ്ടി ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങ്, 1 ഉള്ളി, 1 ചിക്കൻ സ്റ്റോക്ക്, 1 ക്യാൻ ജിഞ്ചർ ആൽ ഇല്ലാത്തവർക്ക് സ്പ്രൈറ്റോ സോനോപ്പോ ഉപയോഗിക്കാം, 1 ടീസ്പൂൺ കോൺഫ്ലോർ അല്ലെങ്കിൽ അരിപ്പൊടി ഉപയോഗിക്കാം കേട്ടോ, 1 ടീസ്പൂൺ പാപ്രിക്ക പൗഡറിന് പകരം എരിവ് കുറഞ്ഞ കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിച്ചാൽ മതി. ഉരുളക്കിഴങ്ങ് പൊരിക്കാനായി 2 ടേബിൾ സ്പൂൺ മൈദയും 1 മുട്ടയും ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് തയ്യാറാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് ഉരുളക്കിഴങ്ങ് കഴുകിയതിന് ശേഷം 1/4 ഇഞ്ച് വലുപ്പത്തിൽ ഇതുപോലെ അരിഞ്ഞെടുക്കാം. പിന്നെ ഉള്ളി ചെറുതായി അരിഞ്ഞ് ഇതുപോലെ എടുത്തു വയ്ക്കാം. ഉരുളക്കിഴങ്ങ് പൊരിക്കാനായി ആദ്യം നമുക്ക് മൈദയിൽ കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കുരുമുളകും മുട്ടയിലും ഇട്ട് ഇതുപോലെ നല്ലതുപോലെ അടിച്ചെടുക്കാം. ഇനി നമുക്ക് പൊട്ടറ്റോസ് ആദ്യം പൊടിയിൽ ഇതുപോലെ 2 വശവും കോട്ട് ചെയ്തതിന് ശേഷം മുട്ടയിൽ ഇതുപോലെ കോട്ട് ചെയ്യാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള പൊട്ടറ്റോസ് എല്ലാം കോട്ട് ചെയ്ത് ഒരു പ്ലേറ്റിൽ പൊരിക്കാനായി തയ്യാറാക്കിയെടുത്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോസ് എല്ലാം പൊരിക്കാനായി തയ്യാറായിട്ടുണ്ട്. പൊരിക്കാനായി ഞാനൊരു വലിയ ഫ്രൈങ് പാനിൽ ഏകദേശം 1/3 കപ്പ് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 മിനിറ്റ് ചൂടായതിന് ശേഷം നമുക്ക് പൊട്ടറ്റോസ് ഇതുപോലെ ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഒലിവ് ഓയിൽ ഇല്ലാത്തവർക്ക് സാധാരണ കുക്കിംഗ് ഓയിൽ ഉപയോഗിക്കാം. ചെറിയ പാൻ ഉള്ളവർ 2 ബാച്ചായി ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പൊട്ടറ്റോസിൻ്റെ എല്ലാ ഭാഗവും ഒരുപോലെ വെന്ത് വരില്ല. അപ്പോൾ ഞാൻ ഈ പൊട്ടറ്റോസ് ഓരോ വശവും 2 മുതൽ 3 മിനിറ്റ്, അതായത് മൊത്തം ഒരു 5 മുതൽ 6 മിനിറ്റ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പൊട്ടറ്റോസ് നമുക്ക് ഒരു പേപ്പർ ടവലിൽ വെച്ചിട്ടുള്ള പ്ലേറ്റിലോട്ട് മാറ്റാം. കണ്ടില്ലേ, നമ്മുടെ പൊട്ടറ്റോസ് നല്ലൊരു ഗോൾഡൻ കളറിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ പൊട്ടറ്റോസ് നമ്മളിനി ഒരു ബ്രോത്തിലാണ് കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് ചിക്കൻ സ്റ്റോക്ക് ചൂടുവെള്ളത്തിൽ അരിയാൻ വേണ്ടി മാറ്റിവെക്കാം. 1.5 കപ്പ് സ്റ്റോക്കിൻ്റെ വെള്ളമാണ് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് പൊട്ടറ്റോസ് ഫ്രൈ ചെയ്ത അതേ ഓയിലിൽ ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളി ഒന്ന് ബ്രൗൺ കളറായി വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ 1 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്ക് 1/4 ടിൻ, അതായത് ഒരു 100 ml ജിഞ്ചർ ആല ഒഴിച്ച് ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം തീ നന്നായി കുറച്ചതിന് ശേഷം 1 ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ട് ഒരു സോസിൻ്റെ പരുവത്തിൽ തിക്കാവുന്നത് വരെ ഇളക്കി കൊടുക്കാം. എരിവിന് വേണ്ടി കുറച്ച് കുരുമുളക് പൊടി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. അപ്പോൾ നമ്മുടെ സോസ് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റോസ് ഇതിലിട്ട് കൊടുത്ത് നല്ലതുപോലെ മീഡിയം ഫ്ലെയിമിൽ ഇതുപോലെ കോട്ട് ചെയ്ത് കൊടുക്കാം. അവസാനമായി നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സ്റ്റോക്കിൻ്റെ വെള്ളം ഇതിലൊഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഒഴിക്കുമ്പോൾ അത് പൊട്ടറ്റോസ് കവർ ചെയ്ത് നിൽക്കണം. അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല, അത് ജസ്റ്റ് ഒന്ന് കവർ ചെയ്താൽ മതി. ആദ്യം നമുക്ക് ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ ബോയിൽ ചെയ്യാൻ വെക്കാം. ഇത് ബോയിലായി തുടങ്ങിയാൽ പിന്നെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇതിലെ വെള്ളം വറ്റുന്നത് വരെ കുക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ സ്റ്റോക്കിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ല തിക്ക് സോസായി പൊട്ടറ്റോയിൽ കോട്ടായി വന്നിട്ടുണ്ട്. ഇത് കഴിക്കുന്നതിന് മുമ്പ് കുറച്ച് പാർസ്ലി ലീവ്സ് ഇതിൻ്റെ മുകളിലിട്ട് ഗാർണിഷ് ചെയ്യാം. പാർസ്ലി ലീവ്സ് ഇല്ലാത്തവർക്ക് കുറച്ച് മല്ലിയില ഉപയോഗിച്ചാലും മതി കേട്ടോ. ഇതൊരു അടിപൊളി ഈസി ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണ്. സ്ക്രാമ്പിൾഡ് എഗ്ഗോ അല്ലെങ്കിൽ ബ്രെഡോ എന്തിൻ്റെ കൂടെ കഴിക്കാൻ ഇത് നല്ല കോമ്പിനേഷൻ കൂടിയാണിത്. നിങ്ങളിത് എല്ലാവരും തയ്യാറാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു.
ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി വീണ്ടും ഇതുപോലെ ഒരു വ്യത്യസ്തമായ റെസിപ്പിയുമായി വരുന്നതുവരെ ദിസ് ഈസ് അമാനോസ് കിച്ചൺ സൈനിങ് ഓഫ്.